Hi all, this is CA Muhammad Ashkar and welcome to Daily Dose of Accounting. ലാസ്റ്റ് ഫ്യൂ ഡേ നമ്മളൊരു ഹ്യൂജ് ലോഞ്ചിങ്ങിന്റെ അനൗൺസ്മെന്റ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി വി ഹാവ് റിവീൽഡ് ഇറ്റ്സ് ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ് ബൈ CA മുഹമ്മദ്. നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 2-3 എപ്പിസോഡ് കൊണ്ട് ഒരു ആവറേജ് അക്കൗണ്ടന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ അച്ചീവ്മെന്റ് ഫോർ മീ. നിങ്ങൾ ഏത് ലെവലിലുള്ള ആളാണെങ്കിലും, സേ ബിഗിനർ, ഇന്റർമീഡിയറി അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആള്, നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി വെച്ച് 2-3 എപ്പിസോഡ് എൻ്റെ കൂടെ വരിക. അപ്പൊ പുതിയ ആളുകളാണെങ്കിൽ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ പഠിച്ചത് ക്ലിയർ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരിക്കും. 10th നവംബർ ഈ ഡേറ്റിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിന് വരുന്ന ആളായത് കൊണ്ട് പ്രത്യേകം ചോദിക്കണം. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ട്സിൽ ഓൾമോസ്റ്റ് 10 to 12 ഇയേഴ്സ് എക്സ്പീരിയൻസ് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, 10th നവംബറിന് എന്താണ് പ്രത്യേകത? ഇന്ന് എല്ലാം ഈസിയാണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ടാവും. മേ ബി ChatGPT ആയിരിക്കാം. വോയിസ് ഇട്ടാൽ തന്നെ ചോദിക്കാം 10th നവംബറിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നുള്ളത്. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് പറയും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് 1992 10th നവംബറിനാണ് ഞാൻ ജനിച്ചത്. നമ്മുടെ പുറത്തിയിൽ എന്ന് പറയുന്ന കണ്ണൂർ ഒരു പ്രദേശത്താണ് ജനിച്ചിട്ടുള്ളത്. പുറത്തിയിൽ തന്നെയുള്ള ഒരു UP സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. തുടർന്ന് വാരം CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ കഴിഞ്ഞു. +1 +2 വെർളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. +1 +2 ഞാൻ പഠിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ ഒരു CAക്ക് പോകുന്ന ആള് നോർമലി കമ്പ്യൂട്ടർ സയൻസ് അല്ല എടുക്കുക. നിങ്ങളെ രൂപത്തിൽ പറയുകയാണെങ്കിൽ കൊമേഴ്സ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഞാൻ അക്കൗണ്ട്സ് എടുക്കണം എന്ന് ആഗ്രഹിച്ച ആളല്ല. അല്ലെങ്കിലും സ്കൂളുകളിലോ മറ്റോ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടീച്ചേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം? ആ ഒരു സമയത്തൊന്നും തന്നെ ഒരാളും അക്കൗണ്ടന്റ് ആവണം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. മേ ബി നിങ്ങളും കേട്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ആരും അങ്ങനെ പറയാറില്ല. നോർമലി ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ ആവണം, ഫുട്ബോളർ ആവണം, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈവൻ എൻ്റെ പല സുഹൃത്തുക്കളും കച്ചവടക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആരും തന്നെ അക്കൗണ്ടന്റ് ആവണമെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാനും അക്കൗണ്ട്സിൽ എത്തിയതാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പിന് ലക്ഷങ്ങൾ കിട്ടും, അല്ലെങ്കിൽ വലിയ സാലറി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എടുത്ത ആളാണ് ഞാൻ. സോ ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. പക്ഷെ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു റിസർച്ച് നടത്തിയപ്പോൾ ഒരു സംതിങ് എക്സ്ട്രാ ഓർഡിനറി നമ്മുടെ പോസ്റ്ററിലൊക്കെ പറഞ്ഞ പോലെ അതിൽ റിവീലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ അതേ ഡേറ്റിലേക്ക് വരാണ്, 10th നവംബർ 92. അതായത് ആ ഒരു ഡേറ്റിൽ, ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10th നവംബർ 1992 എന്ന് പറയുന്നില്ല, 10th നവംബറിൽ ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജനിച്ചത്. 10th നവംബർ 1494 ലൂക്ക പാസിയോളി എന്നുള്ള ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ്, നമ്മുടെ ഇപ്പം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കേട്ട് പരിചയമുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള ടേംസ് ഉണ്ടല്ലോ, നമ്മൾ ഡബിൾ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ സുമ്മാഡെ അരിത്തമെറ്റിക്ക, പേര് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ, ഇറ്റാലിയൻ വേർഡാണ്, അതുകൊണ്ടാണ് സുമ്മാഡെ അരിത്തമെറ്റിക്ക ഈ 10th നവംബറിനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡേ ആണ് വേൾഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് ഡേ ആയിട്ട് ആചരിച്ചു പോകുന്നത്. അപ്പോൾ ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആള് അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് പഠിച്ചോനെന്തോ കണക്കാക്കിയ ആൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സമയം ഏതായാലും വേസ്റ്റ് ആവില്ല. ഞാൻ അത്യാവശ്യം വേണ്ട റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. എന്തിനാണ് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്? ഏതൊരു സ്കില്ലും നമ്മൾ പഠിക്കുമ്പോൾ, ഏതൊരു കാര്യവും പഠിക്കുമ്പോൾ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആസ് എൻ അക്കൗണ്ടന്റ്, ഒരു കമ്പനി ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യാണ്. അയാളുടെ അടുത്ത് നിന്ന് മിനിമം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കമ്പനി എന്തിനാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, അത് കൃത്യമായി മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് മുന്നോട്ട് അതിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് മേ ബി ഒരു കൺട്രോൾ മെക്കാനിസത്തിന്റെ ഭാഗമാവാം. അവർക്ക് കുറെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഫണ്ട് കിട്ടാനുണ്ടാവും. അതേപോലെ തന്നെ മേ ബി സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ സപ്ലയേഴ്സിന്റെ എത്രയോ കൊടുക്കാനുണ്ടാവും. അതായത് കിട്ടാനുള്ള കണക്കുണ്ടാവും, മേ ബി കൊടുക്കാനുള്ള കണക്കുണ്ടാവും. ബാങ്കിൽ എത്രയാ ഉള്ളത്, ക്യാഷ് കയ്യിൽ എത്ര ഉള്ളത്, അതൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്നതെങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക്
കിട്ടാനുള്ളത് എത്ര, കൊടുക്കാനുള്ളത് എത്ര, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ടേമിലൊക്കെ പറയുന്ന പോലെ ആ കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നോർമലി മറ്റൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുകൾ നോക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് റണ്ണ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എൻ്റെ ബിസിനസ് മുകളിലോട്ടേക്കാണോ പോകുന്നത് അല്ല താഴോട്ടേക്കാണോ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ, എന്തൊക്കെയാണ് നമ്മുടെ ഇൻകം, എത്രയാണ് നമ്മുടെ ഇൻകം, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇൻകം വരുന്നത്, എത്രയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ, എന്താണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ, ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെ അസറ്റുകൾ ഉണ്ട്, മേ ബി ബിൽഡിംഗ് ഉണ്ടാവാം, കുറെ ഫേർണിച്ചർ ഉണ്ടാവാം, അതുപോലെ തന്നെ കുറെ മെഷീനറീസ് ഉണ്ടാവാം, കമ്പ്യൂട്ടർ ഉണ്ടാവാം, ഇതൊക്കെ നമ്മുടെ അസറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ക്യാഷ് അതൊരു അസറ്റാണ്, ബാങ്ക് ബാലൻസ് അതൊരു അസറ്റാണ്, ഡെപ്പോസിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കിട്ടാനുള്ളത്, റിസീവബിൾസ്, സൺഡ്രി ഡെറ്റേഴ്സ്, ഇതൊക്കെ അസറ്റാണ്. അപ്പൊ കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട്, ഇത് ഈ അസറ്റിൽ നിന്ന് എത്ര എനിക്ക് എന്തുണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ബാധ്യതകളുണ്ട്. ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ഇതിൽ എത്ര എമൗണ്ട് ഞാൻ ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോട് കടം വാങ്ങിയിട്ടാണ് ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾക്ക് ഞാൻ എത്ര തിരിച്ചു കൊടുക്കാനുണ്ട്, അതായത് ലയബിലിറ്റീസ്. ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ അസറ്റിൽ നിന്ന് ഞാൻ കൊടുക്കാനുള്ളതും കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആർക്കാണ്, എനിക്കാണ്. അതായത് എനിക്ക് മീൻസ് ആ മുതലാളി, അല്ലെങ്കിൽ മുതലാളികൾക്ക് നമ്മൾ നോർമലി പണ്ട് മുതൽ കേട്ടിട്ടുണ്ടാവും ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഓണേഴ്സ് ക്യാപിറ്റൽ. അപ്പൊ ആ ഓണർക്കാണ് അസറ്റിൽ നിന്ന് ലയബിലിറ്റിയും കഴിച്ചാൽ ബാക്കിയുള്ളത് ആർക്കാണ്, ഓണർക്കാണ്. അപ്പൊ നമ്മൾ ഗോൾ ഓഫ് ഡൂയിങ് അക്കൗണ്ട്സ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം, അതേപോലെ തന്നെ ഓണറെ ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. കാരണം എൻ്റെ അസറ്റ് ലയബിലിറ്റിയേക്കാൾ കുറവാണെങ്കിൽ അവിടെ ഒരു റിസ്ക് കിടക്കുന്നുണ്ട്. കാരണം എൻ്റെ അസറ്റ് മുഴുവൻ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാലും കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പൊ ആ ഒരു ആംഗിൾ എപ്പോഴും അതിൻ്റെ ഒരു ഓണർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ ഇതിനെ നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ലാഭം, ലോസ് നഷ്ടം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവണം. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആണോ ഉണ്ടായിട്ടുള്ളത് അല്ല ലോസ് ആണോ, ഇൻകത്തേക്കാൾ കൂടുതലാണ് എക്സ്പെൻഡിച്ചർ എങ്കിൽ നോർമലി ലോസ് വരിക. അത് നമുക്ക് എന്ത് ചെയ്യണ്ട, അക്കൗണ്ട്സ് ഒന്നും പഠിക്കണ്ട. നോർമലി 5ാം ക്ലാസ്സിലുള്ള ഒരു കച്ചവടക്കാരൻ പോലും പറയും ഇൻകം വരുന്നത് 50,000 ആണ്, എക്സ്പെൻഡിച്ചർ 60,000 ആണെന്ന് പറഞ്ഞാൽ നഷ്ടം 10,000 ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും അക്കൗണ്ടിങ്ങോ അക്കൗണ്ട്സിന്റെ ഗോൾഡൻ റൂളോ പഠിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് 1 കോടിയാണ്, പക്ഷെ എൻ്റെ ബാങ്ക് ലോൺ 1.5 കോടി ആണെങ്കിൽ അയാളെ പാപ്പരാന്ന് വിളിക്കാം, പാപ്പരാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കിങ്ഫിഷറിന്റെ മല്യമൊക്കെ എന്ത് ഇന്ത്യ വിട്ടു പോയത്. കാരണം അയാളെ മൊത്തം അസറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ബാങ്കിന് കൊടുക്കേണ്ട ലോൺ റീപേ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏതൊരു ബിസിനസ് മാനും, അത് മല്യ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ കച്ചവടം നടത്തുന്ന മജീദ് ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യണം, അവരുടെ ഈ ഗോയിങ് ഫോർവേഡ് കറക്റ്റ് ആണോ, അതായത് ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആണോ, ഹെൽത്തി ബാലൻസ് ഷീറ്റ് ആണോ, ഇത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് മിക്ക ആൾക്കാരും കൃത്യമായി ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ബാലൻസ് ഷീറ്റ് പലരുടെയും ബാലൻസ്ഡ് അല്ല. ഇതിന്റെ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും മിനിമം ഈ രണ്ടെങ്കിലും കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പല ആളുകളും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് GST ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടും MCA കമ്പനി കാര്യ മന്ത്രാലയത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. ഒരിക്കലും ആവരുത്. ഇത് കൃത്യമായിട്ട് അതിന്റെ ഓണർ അറിഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കണം. അപ്പൊ അക്കൗണ്ട്സ് എന്തിനാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതോടെ കൃത്യമായി മനസ്സിലായി തോന്നുന്നു. അപ്പൊ നമ്മൾ ഇനി അതിന്റെ നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പൊ അക്കൗണ്ട്സിൽ ഞാൻ പറഞ്ഞു ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് പോലുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അതാണ് ആ കമ്പനിയുടെ ഹെൽത്ത് റിപ്പോർട്ട്. ഒരു ഡോക്ടർ നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുക, പ്രഷർ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞ കുറെ റിപ്പോർട്ട് ഉണ്ടാവും. ടോട്ടൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ഡോക്യുമെന്റ് ഉണ്ടാവും. പക്ഷെ കമ്പനിയുടെ ഒരു ബിസിനസിന്റെ ഹെൽത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ ഡോക്യുമെന്റിന്റെ പിറകിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസും ഒരു ബാലൻസ് ഷീറ്റും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയ ഓൾമോസ്റ്റ് അതിന്റെ ഹെൽത്ത് മനസ്സിലാവും. പിന്നെ മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മറ്റ് ഡോക്യുമെന്റ്സും കൂടി വരുമ്പോൾ
കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഒരു 4-5 ടേംസ് നിങ്ങൾക്ക് സുപരിചിതമായ ടേംസ് ആണ്. അത് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ഒന്നെന്താണ്? അസറ്റ് ആണ്. അസറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മറ്റൊന്ന് ലയബിലിറ്റി ആണ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ സ്വത്ത്. സ്വത്ത് എന്ന് തന്നെ നമുക്ക് മലയാളത്തിലൊക്കെ യൂസ് ചെയ്യാം, അതാണ് അസറ്റ്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത, കൊടുക്കാനുണ്ട്, അതിനെ കൊടുക്കാനുണ്ട്. അപ്പൊ അസറ്റ് കിട്ടാനുണ്ട്, അല്ലെ ഉണ്ട് നമ്മുടെ സാധനങ്ങൾ കയ്യിൽ, ഇത് വിറ്റാ പൈസ കിട്ടും, അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. മറ്റേത് ലയബിലിറ്റി. അപ്പൊ അസറ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി. ഈ രണ്ട് സാധനമാണ് എന്തിലുണ്ടാവുക? ബാലൻസ് ഷീറ്റിലുണ്ടാവുക. അപ്പോൾ അസറ്റിന്ന് ലയബിലിറ്റി കഴിച്ചാൽ ബാക്കിയുള്ളത് ആർക്കാണ്? അത് അതിന്റെ ഓണർക്കാണ്. ഓണർ മീൻസ് ക്യാപിറ്റൽ. അപ്പൊ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന 3 ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റും ലയബിലിറ്റിയും പിന്നെ ക്യാപിറ്റലുമാണ്. അസറ്റും ലയബിലിറ്റിയും മുതലാളിയുമാണ്. മുതലാളിയാണ് ക്യാപിറ്റൽ. അപ്പൊ ഈ കാര്യങ്ങളാണ് എന്ത് വരുന്നത്? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരുന്ന 3 പ്രധാനപ്പെട്ട എലമെന്റ്സ്. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. നിങ്ങൾക്ക് അറിയാം ഒരു ലാഭവും നഷ്ടം എങ്ങനെ കാണുക? ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. മൊത്തം ഇൻകം എത്രയാണ്? അതിന്റെ എക്സ്പെൻഡിച്ചർ കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അവിടെ വരുന്ന 2 സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ്. അതിന്റെ നെറ്റിനെ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് വിളിക്കും. ഈ 5 ഐറ്റം, ഇൻകം, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ 100 തവണ ഇമ്പോസിഷൻ എഴുതിയിട്ടാണെങ്കിലും ഈ 5 ടേം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കണം. കാരണം ഈ 5 ടേമിനെ ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ട്സ് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്: അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻഡിച്ചർ. അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ്, നമ്മൾ ഈ 2 ടേമും, ഒന്ന് നമ്മുടെ സ്വത്താണ് അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയും, മറ്റേ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചെലവ് എന്ന് പറയുന്ന സാധനം. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതും ആസ് എൻ അക്കൗണ്ടന്റ് വലിയ ക്വാളിറ്റിയാണ്. വലിയ എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റുമാർ പോലും അത് തെറ്റിച്ചത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ വരുമ്പോൾ ബാങ്കിൽ നിന്ന് ആ പേയ്മെന്റ് പോയിട്ടുണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ കൊടുത്ത് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ പൊതുവെ നമ്മൾ പറയും അതിനെ ഒരു ചെലവാണെന്ന് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചെലവാന്നല്ല, വീട് എടുക്കാൻ ഭയങ്കര ചെലവായി എന്ന് ചില ആൾ പറയാറുണ്ട്. എങ്കിലും വീട് ഒരു എക്സ്പെൻസ് ആയിട്ട് ആരും പറയാറില്ല. വീട് ഈസ് ആൻ അസറ്റ്. കാരണം ആ വീട് നമുക്ക് നമ്മുടെ ഭാവി തലമുറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ള രൂപത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് വീട്. അപ്പൊ അതിനെ നമ്മളൊരു അസറ്റ് ആയിട്ടാണ്, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ പറയും എനിക്കൊരു വീട് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് ഉണ്ട് എന്ന് പറയും. കാരണം അതൊക്കെ ഒരു അസറ്റ് ആയിട്ട് നാളെയും അടുത്ത വർഷങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾ വീടിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ആ വീട് നിങ്ങളൊരു വാടകക്കാണ് നിൽക്കുന്ന, ഒരു ക്വാർട്ടേഴ്സിലാണ് പോകുന്നതെങ്കിൽ അവിടെ കൊടുക്കുന്ന പേയ്മെന്റ്, വാടക കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചെലവ് എന്നേ പറയുള്ളൂ. ഒരിക്കലും എന്തായിട്ട് നമ്മൾ പറയൂല അതെന്റെ അസറ്റ് ആണെന്ന് പറയാൻ കഴിയുമോ? പറഞ്ഞാൽ ആ ക്വാർട്ടേഴ്സിന്റെ ഓണർ വിടുവോ? അതാണ് അസറ്റും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോവുക തന്നെയാണ്. പക്ഷെ ഒന്ന് നമുക്ക് അതിന്റെ ഓണർഷിപ്പ്, നമുക്ക് അതിന്റെ സ്ഥിരമായിട്ട് നമുക്ക് എന്ത് അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒന്നിൽ വരുന്നത് ഈ വീട് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ അത് കാലാകാലം നമ്മളെ കയ്യിൽ തന്നെയാണ്. അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷവും വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാം, ഒരു ഫ്യൂച്ചർ ഇയറിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള സാധനത്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് 1 മാസത്തേക്ക് വാടക കൊടുത്ത 1 മാസം നിൽക്കുക പോവുക, 2 ദിവസത്തേക്ക് ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തെ പേയ്മെന്റ് കൊടുക്കുക പോവുക, ദാറ്റ്സ് ആൻ എക്സ്പെൻസ്. അപ്പൊ ഈ അസറ്റും എക്സ്പെൻസും തമ്മിലുള്ള ഗ്യാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എപ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ അതിനെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ നിലനിർത്തേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് വലിയൊരു നോളജാണ്. കാരണം പല സീനിയർ ആയിട്ടുള്ള അക്കൗണ്ടന്റുമാർ പോലും എൻ്റെ മുന്നിൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാനും മറ്റും കൊണ്ടുവരുമ്പോൾ ഇത് തെറ്റിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ തെറ്റിക്കാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അസറ്റ്. ഒരു പർട്ടിക്കുലർ പീരിയഡ്, അതായത് ഒരു ഷോർട്ടർ പീരിയഡ്, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ വാടക കൊടുത്ത് നിൽക്കുന്നത് എക്സ്പെൻസ്. വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണത്തിനെ നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് ആയിട്ട് കാണുമ്പോൾ 2 മാസമോ 3 മാസമോ കൊണ്ട് പോകുന്ന എന്താ പറയാറ്, തിരൂർ സ്വർണ്ണമെന്നോ അല്ലെങ്കിൽ മോഡൽ സ്വർണ്ണമെന്നോ അങ്ങനെ എന്തോ പറയും, ഫാൻസി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ, അതൊക്കെ ചെലവാണ്. അതൊന്നും ഒരിക്കലും ആരെ അസറ്റ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യൂല.
അസറ്റ് എക്സ്പെൻസ് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടും നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്. ക്യാഷ് ആയിരിക്കാം മിക്കവാറും പോകുന്നുണ്ടാവും. നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് അസറ്റും എക്സ്പെൻസും. നേരെ മറിച്ച് ഇങ്ങോട്ടേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ടേക്ക് പൈസ വരികയാണെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ പറയാ അത് നമ്മുടെ ഇൻകം എന്നാണ്. നമ്മുടെ ഒരു ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഒരു ഓഡിറ്റ് ഫീ വന്നു, ഞാൻ അതിന് ഇൻകം എന്ന് വിളിക്കും. കാരണം ആ പൈസ വന്ന് എനിക്ക് കിട്ടി, പിന്നെ എന്തുണ്ടില്ല, അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതെന്റെ ഇൻകം ആണ്, എന്റെ വരുമാനമാണ്, അതിലൂടെയാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ കൺസൾട്ടിങ് ഫീ ഒരു 1000 രൂപ വാങ്ങുന്ന അയാളെ പിന്നെ വെൽപ്പിലിട്ട് കഴിഞ്ഞാല് അയാൾ ഇൻകാണ്, അത് പിന്നെ ആരും രണ്ടാമത് ഞാൻ തന്നത് തിരിച്ചു തരണം എന്ന് പറഞ്ഞൊന്നും വരൂല. അപ്പൊ ഇൻകവും ലയബിലിറ്റിയും തമ്മിൽ അസറ്റും എക്സ്പെൻസും പോലെ അത്ര അടുത്തിട്ടൊന്നുമല്ല. കാരണം ഇൻകവും ലയബിലിറ്റിയും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്, പക്ഷെ രണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ലയബിലിറ്റി നമുക്കറിയാം, ഒരു ബാങ്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ തന്നെങ്കിൽ വെറുതെ തരൂല, അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ആള് നമുക്ക് കടായിട്ട് കുറച്ച് പൈസ തന്നു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സാധനത്തെ, ഭാവിയിൽ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി എന്ന് പറയാം. അത് പറയാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ടിയില്ലല്ലോ, എല്ലാവർക്കും അറിയാം തിരിച്ചു കൊടുക്കാനുള്ളതാണ് ലയബിലിറ്റി എന്നുള്ളത്. അപ്പൊ ഈ 4-5 ടേംസ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. വൺസ് അഗൈൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അസറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് ലയബിലിറ്റി. ഇൻകം, അതിന്റെ ഓപ്പോസിറ്റ് എക്സ്പെൻഡിച്ചർ. പിന്നെ നമ്മളും മീൻസ് ആരാണോ അതിന്റെ ഓണർ, ക്യാപിറ്റലും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു അക്കൗണ്ടന്റ് ആവും. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈസിയാണ്, അക്കൗണ്ട്സ് വളരെ ഈസിയാണ്. കൃത്യമായി അതിന്റെ പോയിന്റ് നോക്കി ആ ഒരു ബാലൻസിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അക്കൗണ്ട്സ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഡയറി എഴുതുന്ന ആൾക്കാരുണ്ടാവും. ഡയറിയിൽ നമ്മൾ ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ എഴുതുകയാണ്. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് ഈ ഇൻസിഡൻസിൽ എന്തെങ്കിലും പൈസന്റെ കാര്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കണക്ക് എന്ന് പറയും. ആടെ എന്തെങ്കിലും പൈസന്റെ കാര്യം ഇല്ലാണ്ട് പറയോ? ഞാനും ഒരാളും ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് ബിസിനസ് തുടങ്ങി അയാൾക്ക് വേണേൽ ഡയറിയിൽ എഴുതി വെക്കാം, ഞാനും എന്റെ ഫ്രണ്ടും ബിസിനസ് തുടങ്ങി. നേരെ മറിച്ച് ഞാൻ 50,000 അവന് 1,00,000 ഉറുപ്പിക ഇട്ടിട്ട് ബിസിനസ് തുടങ്ങി, നമ്മൾ ഈ 1.5 ലക്ഷം കൊണ്ടുപോയിട്ട് HDFC ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ആംഗിളിലേക്കാണ് നമ്മളിനി ക്ലാസ് പോകുന്നത്. അടുത്ത സെഷനോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പഠിക്കും. കാരണം ഈ ചില്ലറ കാര്യങ്ങൾ മനസ്സിലാക്കുക, ബാക്കി എല്ലാറ്റിനെയും ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കാണുക. ഞാനപ്പോ ഇവിടെ എൻഡ് ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ടേമിലാണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മോണിറ്ററി ട്രാൻസാക്ഷൻ. അത് അങ്ങനെയല്ല പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ പണമിടപാട്, അല്ലെങ്കിൽ പൈസയിൽ അളക്കാൻ പറ്റുന്ന ഇടപാടുകൾ. അതായത് ഏതൊരു ഇടപാടിലും നമുക്ക് പൈസന്റെ കണക്കിൽ കൂട്ടാൻ പറ്റുമോ? സാലറി തീരുമാനിച്ചോ 30,000 ആണ്, അപ്പൊ മന്ത് എൻഡ് വരുമ്പോ നമ്മൾ എന്ത് 30,000 സാലറി കൊടുക്കാനുള്ള എൻട്രി നമുക്ക് ഇടാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നത് 20,000 രൂപ ആയിരിക്കും, 10,000 പിന്നെ തരാം, അതിനും അക്കൗണ്ട്സിൽ എൻട്രി ഉണ്ട്. എല്ലാറ്റിനും അക്കൗണ്ട്സിൽ സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ എന്താണ്, ഞാന് അയാൾക്ക് സാലറി കൊടുക്കാന്ന് തീരുമാനിച്ചു, എത്രയാന്ന് തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞ എൻട്രി ഇല്ല. ഓൻ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എന്റെ ഷോപ്പിൽ നിൽക്കുന്നു, 1 മാസമായി വർക്ക് ചെയ്യുന്നുണ്ട്, സാലറി എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെ പറഞ്ഞ എൻട്രി ഇല്ല. നേരെ മറിച്ച് 15,000 സാലറി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായി, സാലറി പേയബിൾ എന്നൊക്കെ പറയുന്ന ടേം അവിടെ വന്നു, ഒരു എക്സ്പെൻസ് ഒക്കെ അവിടെ വന്നു. അതാണ് അക്കൗണ്ട്സ്. അപ്പൊ എവിടെ പൈസ ഉണ്ടോ, പൈസ ഉള്ളിടത്തെ അക്കൗണ്ട്സ് ഉള്ളൂ. പൈസ ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിനി നാളെ മുതൽ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്റ്റ് എൻട്രീസ് ഇട്ടിട്ട് അങ്ങ് തുടങ്ങില്ല. കമ്പനി ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോക്കാണ്. അപ്പൊ അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ്, ഞാൻ പറഞ്ഞല്ലോ മാനുവൽ അക്കൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ ആരും ബുക്കിലും ഇതിലൊന്നും എഴുതാനോ നിൽക്കുന്നില്ല. ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പണ്ട് മുതലേ നിങ്ങൾ കേട്ട് താമ്പിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഏത്? ടാലി. അപ്പൊ ടാലി പ്രൈം യൂസ് ചെയ്തിട്ടാണ് നാളെ മുതൽ നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. നാളെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കയ്യിൽ എന്തായാലും ഒരു ലാപ്ടോപ്പോ PC കാണുക. ഇനി ഇല്ലാത്ത ആളുകൾ വീഡിയോ കാണുക, റെക്കോർഡഡ് വീഡിയോ വരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിസ്റ്റത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞ ഇന്നത്തെ സെഷനോട് കൂടി ഓൾമോസ്റ്റ് അക്കൗണ്ട്സ് കഴിഞ്ഞു. ഇനി ചില്ലറ സാധനം അടുത്ത എപ്പിസോഡിലും കൂടി നിങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ബാക്കി വെച്ചതാണ്. എനിക്ക് പറഞ്ഞു തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം തീർക്കാം.
ഞാൻ പറയാത്തത് എന്റെ പേരും എന്റെ പറ്റിയിട്ടുള്ള പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒറ്റ എപ്പിസോഡിൽ എല്ലാം പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എപ്പിസോഡിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ടാലി പ്രൈം യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ അക്കൗണ്ട്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നാളത്തെ എപ്പിസോഡിൽ തന്നെ ഒരു അത്യാവശ്യം വേണ്ടുന്ന അക്കൗണ്ട്സ് ആവും. നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ഒന്നും ഇല്ല, ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ മിക്കവാറും നാളത്തെ ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിക് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാം. ഒരു ഓണർക്കൊക്കെ വേണ്ടുന്ന അക്കൗണ്ട്സ് അതിൽ പറ്റും. സർവീസ് ഫീൽഡിലുള്ള ആൾക്ക് അത് മതിയാവുമായിരിക്കും. അല്ലെങ്കിൽ ഒരു GST ഇല്ലാത്ത ഒരു ഫ്രൂട്ട്സ് എല്ലാം വിൽക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ നാളത്തെ ക്ലാസ് മാത്രം മതിയാവും. അല്ലാത്ത ആളുകൾക്ക് ചിലപ്പം പിന്നെയുള്ള ക്ലാസ്സുകളും കൂടി ആവശ്യം വരും. സോ നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലാപ്പോ അല്ലെങ്കിൽ PC കയ്യിൽ കാണുക, ഒരു നോട്ട് പാഡും എഴുതാനും കാര്യം എടുക്കുക. എല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് ആണ്, വീഡിയോ ഒക്കെ അവൈലബിൾ ആണെങ്കിലും എഴുതുമ്പോൾ അത് നേരെ എന്ത് തലക്ക് കയറും. പ്രത്യേകിച്ച് ഈ 5 ഫൈനാൻഷ്യൽ എലമെന്റ്സ് ഒക്കെ പറഞ്ഞല്ലോ, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ, ഇതൊക്കെ എഴുതി വെക്കുക. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കുക. ഞാൻ പറഞ്ഞു അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മാത്രമാണ്. ആകെ ചില്ലറ സാധനമേ പഠിക്കാനുള്ളൂ. ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒന്നുമല്ല, പുതുതായിട്ട് ഒന്നും ഇയാൾ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇയാൾ എന്താണ് അക്കൗണ്ട്സ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഇത്രേ ഉള്ളൂ. ഗവൺമെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ സൈൻ ചെയ്ത അക്കൗണ്ട്സ് അവർ അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അങ്ങനെ സൈൻ ചെയ്യുന്ന ഞാനാണ് പറയുന്നത് ഇത്രേ പഠിക്കാനുള്ളൂ. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെയാണ് നമ്മളെ പോലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് മറ്റൊക്കെ ഉള്ളത്. അപ്പൊ നാളത്തെ സെഷനോട് കൂടി നിങ്ങൾ അക്കൗണ്ടന്റ് ആവാൻ പോവാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യോ, ഒരു CV ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചോ, ഒരു ജോബിനൊക്കെ ട്രൈ ചെയ്തോ. അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ അക്കൗണ്ടന്റിന്റെ അടുത്ത് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റോ P&L കിട്ടുന്നില്ലെങ്കിൽ തൽക്കാലത്തേക്ക് അയാളെ എടുത്ത് മാറ്റുക, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അക്കൗണ്ടന്റ് ആവുക. കാരണം ഒരു ഓണർ അക്കൗണ്ട് ചെയ്യുന്നത് പോലെ ഒരു എംപ്ലോയിക്കും അക്കൗണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകാരും നിങ്ങൾ അത്യാവശ്യം അക്കൗണ്ട്സ് എങ്കിലും പഠിച്ചിരിക്കണം. അക്കൗണ്ട്സ് ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസിങ്. വലിയ ഡെഫിനിഷൻസോ കാര്യങ്ങളോ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൽ വലിയ ആവശ്യമൊന്നുമില്ല. മേ ബി BCom എക്സാമിന് ഉപകാരപ്പെടുമായിരിക്കും, CA എക്സാമിന് സാധാരണ ഇതിൽ അത്ര ഡെഫിനിഷൻ ഒന്നും ചോദിക്കാറില്ല. BCom മേ ബി ചോദിച്ചേക്കാം. അങ്ങനത്തെ എന്തിനെങ്കിലും, അല്ലെ ചിലപ്പോ ഒരു ഇന്റർവ്യൂവർ, അക്കൗണ്ട്സ് അറിയാത്ത ഒരു ഇന്റർവ്യൂവർ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. അല്ലാത്തടത്തോളം പ്രാക്ടിക്കലി അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഡെഫിനിഷൻസോ റൂളോ ഒന്നും പഠിക്കണ്ട. ധൈര്യത്തിൽ നാളത്തെ ക്ലാസ്സിൽ വന്നോ. നാളത്തെ ക്ലാസ് കയ്യലോട് കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു അക്കൗണ്ടന്റ് ആയി മാറിയിരിക്കും. ഒരു അക്കൗണ്ടന്റ് അവിടെ ജനിച്ചിരിക്കും. പിന്നെ അതെന്ത് ചെയ്താൽ മതി, ആ ഒരു അക്കൗണ്ടന്റിനെ വളർത്തിയെടുത്താൽ മതി. നല്ല എന്താ പറയാ, അതിന് വേണ്ടുന്ന വൈറ്റമിൻസും എല്ലാം കൊടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.